ഫാത്തിമ, ആ പൗഡറിന്റെ ഡപ്പി എവിടെ? അന്നോടല്ലേ ചോദിച്ചത് ആ പൗഡറിന്റെ ഡപ്പി എവിടെയെന്ന്? അതിവിടെ തന്നെ ഉണ്ട്. ഈ ആ പുതിയ അത്തറും കുപ്പി ഇങ്ങെടുത്തേ. ഈ ആ അത്തറ് നമ്മളെ കുപ്പായത്തമ്മിലൊക്കെ ഒന്ന് പോരട്ടെ. പുറം നാട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി മണിയറയിൽ എത്രയേരാ ഒറ്റയ്ക്ക് ഇരിക്കുക. നാട്ടിലുള്ള ബലാലുകൾക്ക് വയറ് നിറച്ച് കോഴി ബിരിയാണി കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ ഓരോ കൂടെ ഇരുന്ന് സൊറ പറയുകയും വേണം. ഓൾ എന്താ വിചാരിക്കുക? എന്താ എൻ്റെ മുഖത്തൊരു തെളിച്ചില്ലാത്തത്? നല്ലൊരു രസമായിട്ട് മോറ് കറുപ്പിക്കല്ലേ ഫാത്തിമ. അത് പിന്നെ ഈ പൊരയിലൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കണമെന്ന് ഞമ്മക്ക് എല്ലാവർക്കും ഇല്ലേ ആശ? നമ്മള് എത്ര കെട്ടിയാലും ഈ ആണ് നമ്മൾ ആദ്യത്തെ വീടര്. ഈ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞമ്മക്കാരും. അനക്കിവിടെ എന്താണൊരു കുറവ്? അരിയില്ലേ, തേങ്ങയില്ലേ, പയ്യന്റെ നെയ്യില്ലേ? തോന്നുമ്പോ ബിരിയാണിയോ നെയ്ച്ചോറോ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കാനാ. ഒരുക്കം കഴിഞ്ഞില്ലേ ഫാത്തിമാടെ നമ്മൾ ഇപ്പൊ ചോദിച്ചേ ഉള്ളു, മൈമുനാനെ കണ്ടില്ലല്ല എന്ന്. കാണാൻ ഉറക്കം വരൂല. മൈമുന, നമ്മൾ എത്ര കെട്ടിയാലും നിങ്ങൾ രണ്ടാളും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞമ്മക്കാരും. പടച്ചോന്റെ കൃപ. മക്കാറാക്കണ്ട. പടച്ചോന് നിരക്കാത്തൊന്നും ഓലറക്കൽ മൊയ്തൂട്ടിയായി ചെയ്തിട്ടില്ല, നീ ചെയ്യയില്ല. ഒരാണിന് 4 വരെ കെട്ടാന്ന് നമ്മളെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 4ാമത്തേത് ഉടനെ ഉണ്ടാവോ? അന്ന് അറേബ്യയില് ബദർ യുദ്ധത്തില് കുറെ ആണുങ്ങൾ മയ്യത്തായി. അവരുടെ ബീവിമാർ അനാഥരാവരുത്, ചീത്ത വഴിക്ക് പോവരുത്. അതുകൊണ്ടാ ഒരാൾക്ക് 4 വരെ കെട്ടാന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ ആദ്യത്തെ കെട്ടിയവും കലന്തനാജി യുദ്ധത്തിൽ മയ്യത്തായി പോയി എന്ന് വിചാരിച്ചോ? നീ ഓന്റെ കൂടെ പൊറുക്കാൻ നീ വിചാരിക്കണ്ട. നല്ല ദിവസമായിട്ട് എന്റെ മോന്തമ്മൽ നമ്മൾ കൈവെക്കണില്ല. പുറംനാട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി മണിയറയിൽ ഒറ്റയ്ക്കിരിക്കുക.